റെഡിയായോ? റെഡിയായി. പുതിയ ചുരിദാറാമ്മ? പുതിയല്ല, അതിപ്പം ഓണത്തിനാ വാങ്ങിയത്. ഓണത്തിനല്ല, കഴിഞ്ഞ വിഷുവിന് അങ്ങനെ ഇട്ടിച്ചാന്ന് തോന്നുന്നല്ലേ. അമ്മ ഇപ്പൊ ചുരിദാർ ഇടാൻ തുടങ്ങിയ പിന്നെ മിക്കവാറും ചുരിദാർ തന്നെ ഇടല്. അതല്ല എളുപ്പം. എവിടെയും പോകുമ്പോ വേഗം എടുത്തിട്ട് ഇടാല. മിക്കവാറും ഞാൻ എല്ലാരും ശ്രദ്ധിച്ചിന് സാരി സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ചുരിദാർ ഇടാൻ ഭയങ്കര മടിയായിരിക്കും. അത് ചുരിദാർ ഇട്ട് തുടങ്ങിയാൽ പിന്നെ ചുരിദാറേ ഇടൂല്. എന്താ വെച്ചാൽ എവിടെയൊക്കെ പോകുമ്പോ കംഫർട്ടും അതാന്ന്, പെട്ടെന്ന് എടുത്തിട്ട് ഓടും ചെയ്യാം. സാരി ആകുമ്പോ കുറച്ച് പണിയല്ലേ. ഭംഗി വേറെ തന്നെയാണ്. എന്നാലും ചുരിദാർ ഇട്ടാലും നല്ല രസമുണ്ട് കേട്ടാ. അപ്പോൾ ഇന്ന് നമുക്ക് അലർജി ഒട്ടും കുറവില്ല. ഒരേ ചുമലമേ. ചുമ ഇപ്പം അകടിച്ച് ഒരേ തുമ്മല്, പൊടി തീരെ പറ്റുന്നില്ല. എൻ്റെ അവസ്ഥ തന്നെ. അപ്പൊ എല്ലാവരും അലർജീൻ്റെ ഡോക്ടറെ കാണിക്കേണ്ടി വരും. ഇന്ന് ഏതായാലും അമ്മേനെ കാണിക്കാം. ഇപ്പൊ കുറച്ച് ആയിട്ടായിരുന്നു ഇപ്പം ഇത് ഇങ്ങനെ. ഇപ്പം സ്ഥിരമായിട്ട് ഇപ്പോൾ 1-2 ആഴ്ചയായി ഇപ്പം സ്ഥിരമായിട്ട് ഇത് മാറണേ ഇല്ല. തൊണ്ടൊക്കെ ഇങ്ങനെ വലിക്കുന്നു, ചുമച്ചാൽ കിട്ടുന്നുമില്ല. അങ്ങനത്തെ ചുമച്ചിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല രാത്രിക്കൊന്നും. തലയും വേദന എടുക്കുന്നു ചുമച്ചിട്ട് ഇങ്ങനെ തൊണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് അലർജി ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. വണ്ടി പഞ്ചറായി. അപ്പോൾ അലർജി ഇപ്പം ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടണമെങ്കിൽ പാട് ചെയ്യും. എനിക്കൊന്ന് ഡോക്ടറെ ആദ്യം കാണിച്ചു നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാലേ ചെയ്തിട്ട് പിന്നെ തിങ്കളാഴ്ച കാണിക്കാൻ, നാളെ ഏതായാലും ലീവല്ലേ. ഡോക്ടറെ ആദ്യം പോയി നോക്കാം. അല്ല ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ പോയാൽ ടെസ്റ്റ് ചെയ്ത് വേഗം കിട്ടൂലല്ലോ. അത്ര മണിക്കൂർ ചെയ്യുമല്ലേ അലർജീൻ്റെ ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയില്ല ഡോക്ടറെ കാണിച്ചിനെ. ഇപ്പോൾ പയ്യന്നൂർ ഇവിടെ ബേബി മെമ്മോറിയലുണ്ട് എന്ന് പറയുന്നുണ്ടേ. പിന്നെ അതിൻ്റെ ഇപ്പം ഇല്ല, അത് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ അത് തുറക്കുന്നില്ല. അപ്പോൾ നമുക്ക് ബസ്സിന് പോവാം അല്ലേ, വേറെ രക്ഷയില്ല. അപ്പോൾ നമ്മൾ പോലായിട്ടാ. ബസ് അങ്ങോട്ട് പോയിട്ടുണ്ട്, അതിപ്പോൾ തിരിച്ച് പയ്യന്നൂരേക്ക് പോവും. അപ്പോൾ ഇതിനവിടെ ബസ് സ്റ്റോപ്പിൽ പോയിക്ക. നമ്മളെ വീടിൻ്റെ നമ്മളെ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. ടേഗോസിനെ കാണുന്നില്ല, ഇറങ്ങല്ലേ. നമ്മളെ വീടിൻ്റെ ഇങ്ങോട്ട് വലിയൊരു കുന്നാണ് ഇറക്കം. കാണുന്ന തന്നെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. ബസ് വരുമ്പോൾ ഓടിയാൽ മതി. പിന്നെ നമുക്ക് ഓടാൻ കഴിയാത്തതുകൊണ്ട്, കാല് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഓടാണ്ട് നടക്കുന്നുണ്ടോ. അയാൾ പറഞ്ഞു ഡ്രൈവർ കാലില്ലാത്ത ഓടാൻ കഴിയാത്ത നേരത്തെ അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കാമെന്ന് വിചാരിച്ചു. ഫെബ്രുവരിയിലായില്ലമ്മേ നമ്മളെ കളിയാട്ടം. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ കളിയാട്ടം തുടങ്ങിയില്ല. ഫെബ്രുവരിയിൽ തുടങ്ങും. അതിൻ്റെ നോട്ടീസാണ് കേട്ടോ ഒട്ടിച്ചിട്ടില്ലേ. കൊഴുമൽ ശ്രീ മാക്കിൽ മുണ്ടിക്കാവ് വിഷ്ണുമൂർത്തി ക്ഷേത്രം. ആരെല്ലാം വരുന്നുണ്ട് പരിപാടിയാണ്. ദുർഗാ വിശ്വനാഥിൻ്റെ ഇതുണ്ട് ഗാനമേള, മെഗാ മ്യൂസിക്കൽ നൈറ്റ്. ഇനിയിപ്പോൾ ഫെബ്രുവരി 10, 11, 12, 13 തീയതികളിലാണ് ആഘോഷം തന്നെയായിരിക്കും. ഓണം വിഷുവെല്ലാം പോലെ നമുക്ക് അതൊരു ആഘോഷമാണ്. മുണ്ടിക്കാര് തെയ്യം ഉത്സവം. ബസ് കാത്തിരിപ്പും കേന്ദ്രം വാൻശാല. നമ്മളെ വീട് അതാടുന്ന് ഇവിടുന്ന് നോക്കിയാൽ കാണൂട്ടാ. ഇത് അമ്മേൻ്റെ വീട്. തൊട്ടപ്പുറം എന്താ കാട് മറിഞ്ഞിട്ട് കാണുന്നുണ്ടോ അറിയില്ല. എന്താ വാഴയും കപ്പയും തരാം എൻ്റെ വീട്. അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടാ. ഇപ്പോൾ ഡോക്ടറെ കാണിച്ചു. നല്ലോണം ഉണ്ട് കേട്ടോ വലിവ്. അപ്പോൾ എക്സ്റേ എടുക്കണം.
ആവി പിടിക്കാനുണ്ട്, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാമല്ലേ? വീട് എവിടെയോ വാങ്ങുന്ന പറഞ്ഞു. അതെ, എടുത്തോ. അപ്പോൾ ആവി പിടിച്ച് കഴിഞ്ഞു അല്ലേ? ഇനി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ട് അതിൻ്റെ മരുന്ന് ഞാനിപ്പോൾ ആദ്യം വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഒരു ഇഞ്ചക്ഷനും കൂടി ഉണ്ടായിന്, അതെടുത്തു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, എക്സ്റേ എടുത്ത്. ഇത്രയും പ്രതീക്ഷിച്ചിട്ടാണ് വരുമ്പോൾ. ഇനിയിപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടും. എല്ലാം എടുത്തിട്ടാകുമ്പോൾ ലാസ്റ്റ് ഒന്നുകൂടി ഡോക്ടറെ കാണിക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരിക്കലും കൂടി ആവി പിടിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമതും ആവിയെല്ലാം പിടിച്ചു. ഇനി റിസൾട്ടെല്ലാം വാങ്ങിയിട്ട് ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നേ. എത്തിയില്ലേ? അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുമ്പോഴത്തേനും ഡോക്ടർ ചോറിക്കാൻ വേണ്ടി പോയിട്ടാ. കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ നമ്മ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നല്ലോ മുമ്പ്, അത് പുല്ലല്ല കാണുന്നില്ല കേട്ടാ. നമ്മുടെ ക്യാൻറ്റീൻ ഇവിടെ ഓപ്പോസിറ്റ് ഇവിടെ മുന്നേ അച്ഛൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നേരം ഉണ്ടായിട്ടുണ്ടായിനി. ആ ഒരു ഇല്ലാതെ ഇങ്ങോട്ട് വന്നിന്. അപ്പോൾ ഇപ്പോൾ കൂട്ടി ഇല്ല. അപ്പത്തെ റോഡിൻ്റെ അപ്പത്തെ സൈഡിനായിട്ട് ഉണ്ടാക്കാം. ഇവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടാ വന്നിന് കേട്ടാ. അതായതിപ്പം ഇല്ലല്ല. അത് ഹോസ്പിറ്റലിൽ ക്യാൻറ്റീൻ ഉണ്ടാവില്ലേ? ഉണ്ടായിരുന്നു. വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കാം. ഏതായാലും 3 മണിയാവാനായി. വിശപ്പ്, നല്ല വിശപ്പ് തുടങ്ങി. ഇത്രയും വലുതായിട്ട് നാണമില്ല. അമ്മിഞ്ഞു പിടിക്കുന്നത്. അയ്യയ്യേ, അമ്മേനെക്കാളും വലുതായി. അങ്ങനെ നമ്മ വീട്ടിലെത്തി, ചായ കുടിക്കലായി. സമയം ഒരുപാടായി കേട്ടാ. 6 മണിയെല്ലാം കഴിഞ്ഞ് 11 മണിക്ക് പോയി വന്നല്ലേ? 6 മണിൻ്റെ ബസ്സിന് എല്ലാം ടെസ്റ്റും എല്ലാം ചെയ്ത് 2 വട്ടം ഡോക്ടറെ കാണിക്കുമ്പോൾ തന്നെ സമയമായി. 3 വട്ടം കാണിച്ചു അല്ലേ? എന്താ വെച്ചാൽ ലാസ്റ്റ് അമ്മക്ക് എന്തായാലും ഇൻഹേലർ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണെന്ന് യൂസ് ചെയ്യുന്നതെല്ലാം കാണിച്ചു തരാം, വാങ്ങിയിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരുന്നെല്ലാം വാങ്ങിയിട്ട് ഡോക്ടറിനെ കാണിച്ചു തന്നു. അതെങ്ങനെയാണെന്ന് വലിക്കല്. നല്ല ഡോക്ടറല്ലേ, നല്ല വൃത്തിയെല്ലാം പറഞ്ഞിരുന്നുണ്ട്. കുറേ സമയം എല്ലാം ഡീറ്റെയിൽ ആയി ചെയ്ത് നല്ലൊരു സാവകാശമുണ്ട്. പേരെന്നാ പറഞ്ഞേ? ഋതു പറഞ്ഞ നല്ല ഡോക്ടറാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നു. അപ്പോൾ ഒരാഴ്ചത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇൻഹേലർ വലിക്കാനുണ്ട്. ഒന്നര കുറയുള്ളൂ എന്നാണ് പറയുന്നത്. മെഡിസിൻ എടുത്തുകൊണ്ട് മാത്രം കുറയൂല. എന്താ വെച്ചാൽ നല്ലോണം ഉണ്ട്. എക്സ്റേയിലും കാണാനുണ്ട്. പിന്നെ ഇങ്ങനെ കഫം കെട്ടിയിട്ടുണ്ട്. അതൊന്നുമില്ല. പിന്നെ നമ്മളെ ടീക്കും പൂച്ച നായിയെല്ലാം ഉണ്ടോ ചോദിച്ചിന്. അപ്പൊ അതിനൊന്നും അകത്തൊന്നും കയറ്റിക്കൂടാ അങ്ങനെ പറഞ്ഞ്. മുമ്പേ നമുക്ക് നായി ഉണ്ടായിരുന്നല്ല, ഇപ്പൊ ഇല്ല. മുമ്പ് ചാനലിലും കാണിച്ചിട്ട് അർജുൻ മുമ്പേ കാണുന്നവർക്ക് അറിയായിരിക്കും. നമ്മൾ അർജുൻ മരിച്ചു, ഇപ്പൊ 1 കൊല്ലായി. അപ്പൊ നായി ഉണ്ടായി. അതിന് ഭയങ്കര രോമാണ്. ചിലപ്പോ അതിൻ്റെ എല്ലാം അതിപ്പോ ഇല്ലെങ്കിലും അതിന്റെ തേത്ത പൊടിയെല്ലാം 2-3 കൊല്ലം ഉണ്ടാവും. അതിന്റെ എന്നെ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഉണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ ഇപ്പൊ നിലവിൽ പൂച്ചയില്ലു. അലർജി കൂടി കളയാനും മനസ്സില്ല. 2 പൂച്ച കുഞ്ഞിനെ ആരോ കൊണ്ടുപോയിട്ട് അതിന്റെ വിഷമം തന്നെ എല്ലായിരിക്കും. എത്ര എണ്ണത്തിൽ നമുക്ക് പോറ്റാൻ കഴിയാത്തോണ്ട് കൊടുത്തത്. അവര് തലവൃത്തി നോക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഇതിനിടക്ക് പറയാനോ വന്നിന്. അപ്പൊ അധികം അകത്ത് കയറ്റണ്ട, പുറത്ത് ചോറ് കൊടുക്കാൻ നമുക്ക് മുകളിൽ കിടക്കാം.
അപ്പോൾ നമ്മൾ വരുമ്പോൾ കുറച്ച് പലഹാരം മേടിച്ചിന് പിള്ളേർക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് മേടിച്ചിന് അവർക്ക് വെച്ചേക്കാ. രണ്ടാൾ നമ്മൾ വരുമ്പോഴത്തേനും ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിട്ടാ, ഫുട്ബോൾ കളിക്കാൻ പോയിട്ടായാല്. അപ്പോൾ എന്തായാലും വെറൈറ്റി പലഹാരം ഉണ്ടല്ലോ അമ്മ. പയ്യന്നൂര് എന്തെല്ലോ വെറൈറ്റി പലഹാരമാണ് ഓരോ സ്ഥലത്തും. എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും, പക്ഷെ ആ ഒരു വൈറ്റ് സിറ്റിന്റെ ഉള്ളില് ഉണ്ട് ഒരു കട, ആടുന്നാ വാങ്ങിന് എന്തെല്ലോ വെറൈറ്റി വെറൈറ്റി. ഞാനെന്നേരം പറഞ്ഞില്ല അമ്മയോട് പോലെ പോകുന്നു. ഇതൊന്ന് എഗ് ലോലിപോപ്പ്. പിന്നെ വേറെ എന്തെന്നോ പേര് പറഞ്ഞു. ഇത് പിന്നെ ഇത് ഓട്സ് റോള്. ഓട്സ് റോള് എന്ന് പറഞ്ഞാൽ ഓട്സും ചിക്കനും, പിന്നെ ഇത് ഓട്സും ചിക്കനും ചീസും എല്ലാം മിക്സ് ചെയ്തിട്ടില്ലാന്ന്. അതൊരു വെറൈറ്റി പലഹാരം തന്നെ. ഇതിന്റെ ഒന്നിന്റെ ലോലിപോപ്പിന്റെ കോല് പോയി. 3 ലോലിപോപ്പും 2 ഇതാ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചീസ് ഇല്ലേ, ഓട്സും ചീസും അല്ല, ഇത് ഓട്സും ചിക്കനും മിക്സ് ആയിട്ടില്ലേ. നമ്മ ആദ്യം ഒന്നെണ്ണം വാങ്ങി, എന്നാൽ അവര് പറഞ്ഞു 2 കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തു തന്നാൽ എല്ലാത്തിനും ടേസ്റ്റ് അറിയാലോ. ഞാൻ എന്താ അറിയോ, എല്ലാം ഓരോന്ന് വാങ്ങിയ പറഞ്ഞാല് പിള്ളേരെല്ലാം ഒരേ തന്നെ ആയിക്കോട്ടെ, ഇതാകുമ്പോ ഇത് ഒന്ന് വേണം ഇത് ഒന്ന് വേണം എന്നെല്ലാം പറയും അവര്. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാത്തിനും ടേസ്റ്റ് അറിയണമെങ്കിൽ ഓരോന്നോരോന്ന് അങ്ങനെ വാങ്ങിക്കോ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങി. അപ്പൊ നമുക്ക് ചായ കുടിക്കാം. ടേസ്റ്റ് ഉണ്ടാ? അപ്പൊ ലോകു കളിച്ചിട്ട് വന്നു കേട്ടാ, അതി വരണത്രേ. എന്റെ കുഞ്ഞുമണി വന്നു, അമ്മമ്മേന്റെ കുഞ്ഞുമണി കൈക്ക് ഇഞ്ചക്ഷൻ വെച്ച് ബ്ലഡ് എടുത്തിട്ട് ഞാൻ പാട്ട് പൊട്ടിച്ചത്. അമ്മക്ക് അലർജിക്ക് ടെസ്റ്റ് ചെയ്തു, എക്സ്റേ എടുത്തു, പിന്നെ അലർജിക്ക് ഇഞ്ചക്ഷൻ വെച്ചു, എന്തെല്ലോ ആക്കി കുഞ്ഞു. ആവി പിടിച്ചു 2 വട്ടം അവിടുന്ന്. പിന്നെ ഇനി ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങനെ ഭരിക്കേണ്ടതല്ല. എന്നിട്ട് ആവി എടുത്തു. ആവി പിടിക്കണ്ട സാധനയില്ലോ, അതിന്റെ മെഷീനില്ല. ആദ്യം നമ്മൾ മേടിച്ചു കൊടുത്തിട്ട് അവരടുത്ത് 2 വട്ടം ആവി പിടിച്ചു തന്നു. പിന്നെ ഇനി ഇത് ഭരിക്കേണ്ടത് ഇൻഹേലർ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ അമ്മേനെയും കൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ചെറിയ വിശേഷങ്ങൾ അങ്ങനെ പോയല്ലേ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞേരം നമ്മളെ വീഡിയോ കാണുന്ന കുറേ പേരെ കണ്ടിന്. 3/4 ആൾക്കാർ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഈ പ്രശ്നം തന്നെ അല്ലേ, അലർജി ഇല്ലാത്ത ആരും ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പം എല്ലാത്തിനും അലർജിയാണ്. ഡോക്ടറെ കാണിക്കാൻ വന്ന കുറേ ആൾക്കാർ നമുക്ക് ചുമച്ചിട്ടെല്ലാം ഉണ്ട്. അലർജി തന്നെ ഒന്നാമത് ഇപ്പോഴത്തെ കാലാവസ്ഥ തന്നെ ആയിരിക്കും. നല്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.